നാരായണായ പരിപൂർണഗുണാർണവായ വിശ്വോദയസ്ഥിതിലയോ നിയതിപ്രദായ ജ്ഞാനപ്രദായ വിബുധാസുരസൗഖ്യദുഃഖസത്കാരണായ വിതതായ നമോ നമസ്തേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഹരി ഓം. ഇനി നാം കാണാൻ പോകുന്നത് ആദിപർവത്തിലെ പർവ്വസംഗ്രഹ പർവ്വമാണ്. ഇവിടെ ആദ്യമായി നാം കാണാൻ പോകുന്നത് ശമന്തപഞ്ചകത്തിനെ പറ്റിയാണ്. ശൗനകാദി ഋഷീശ്വരന്മാർ സൂതനോട് ഇപ്രകാരം ചോദിക്കുന്നു: ആ ശമന്തപഞ്ചകത്തിൻ്റെ ചരിത്രവും യഥാർത്ഥ തത്വവും അറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഇപ്രകാരം അവരുടെ അഭ്യർത്ഥന കേട്ട് ഉഗ്രസ്രവസ് ലോമഹർഷണപുത്രനായ ആ സൂതൻ പറയുവാൻ തുടങ്ങുന്നു: ത്രേതദ്വാപര സന്ധിയിൽ തൻ്റെ പിതാവായ ജമദഗ്നിയെ വധിച്ച കാർത്തവീര്യനോടുള്ള അത്യുഗ്രമായ കോപം മൂലം ആയുധമെടുത്തവരിൽ അഗ്രഗണ്യനും ശ്രേഷ്ഠനുമായ ഭഗവാൻ പരശുരാമൻ ക്ഷത്രിയ കുലത്തിനെ തന്നെ മുച്ചൂടും മുടിച്ചുകൊണ്ട് ശമന്തകത്തിൽ 5 രക്തക്കയങ്ങൾ തീർത്തു. അങ്ങനെ ആ രക്തക്കയത്തിലെ രക്തങ്ങൾ കൊണ്ട് കോപത്തോടുകൂടി തന്നെ പരശുരാമൻ തൻ്റെ പിതൃക്കൾക്ക് തർപ്പണം നടത്തി. അപ്പോൾ ഋചീകൻ മുതലായ പിതൃക്കൾ പരശുരാമനോട് ഇപ്രകാരം പറഞ്ഞു: ഹേ ഭാർഗവ, നിന്നിൽ ഞങ്ങൾ സംപ്രീതനായിരിക്കുന്നു, നീ വരം ആവശ്യപ്പെട്ടുകൊള്ളുക. ഇത് കേട്ടതും പരശുരാമൻ ഇപ്രകാരം പറഞ്ഞു: പിതൃക്കൾ എന്നിൽ സംപ്രീതരായെങ്കിൽ എനിക്ക് നൽകേണ്ട വരം ഇതാകുന്നു. ആയത്, താൻ തീർത്ത ഈ രക്തക്കയങ്ങൾ തീർത്ഥസ്ഥലങ്ങളായി മാറണമെന്നും തൻ്റെ കോപമടങ്ങണമെന്നും താൻ ചെയ്ത പാപങ്ങളെല്ലാം ക്ഷയിക്കണമെന്നും പിതൃക്കളോട് പരശുരാമൻ അഭ്യർത്ഥിക്കുന്നു. പിതൃക്കൾ ആ പരശുരാമന് അപ്രകാരം സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പരശുരാമൻ്റെ കോപം അടങ്ങുന്നു. പിന്നീട് ആ ക്ഷേത്രം പുണ്യപ്രദേശമായി ശമന്തപഞ്ചകമായി അറിയപ്പെടുന്നു. അത് ധർമ്മക്ഷേത്രമാകുന്നു. ആ ധർമ്മക്ഷേത്രത്തിൽ വെച്ചു തന്നെയാണ് കലി ദ്വാപരസന്ധിയിൽ കുരുപാണ്ഡവ യുദ്ധം നടന്നത്. ആ ഘോരമായ യുദ്ധത്തിൽ 18 അക്ഷൗഹിണി സൈന്യം അവിടെ വരികയും അവിടെ തന്നെ വെച്ച് മുച്ചൂടും മുടിഞ്ഞു പോവുകയും ചെയ്തു. കൗരവർ കാരണമായി ഇത് സംഭവിച്ചു. അങ്ങനെയുള്ള ആ ധർമ്മക്ഷേത്രം 3 ലോകത്തിലും പ്രസിദ്ധമാണ്. ഇതാണ് ശമന്തപഞ്ചകത്തിൻ്റെ ചരിത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് സൂതൻ അവസാനിപ്പിക്കുമ്പോൾ ശൗനകാദി ഋഷീശ്വരന്മാർ വീണ്ടും സൂതനോട് ചോദിക്കുന്നു: താങ്കൾ മുൻപ് പറഞ്ഞ ആ അക്ഷൗഹിണി സൈന്യത്തിനെക്കുറിച്ച് അറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ എണ്ണവും ബാഹുല്യവും ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഇപ്രകാരം പറഞ്ഞപ്പോൾ സൂതൻ അക്ഷൗഹിണി സൈന്യത്തിനെക്കുറിച്ച് പറയുവാൻ തുടങ്ങുന്നു. ആയത്, ഒരു ആന, ഒരു തേർ, 5 കാലാൾ, 3 കുതിര, ഇവ ചേർന്നതാണ് ഒരു പത്തി എന്ന് പറയുന്നത്. അങ്ങനെ 3 പത്തി ചേർന്നാൽ ഒരു സേനാമുഖമാകുന്നു. 3 സേനാമുഖം ചേരുമ്പോൾ ഒരു ഗുൽമമാകുന്നു. 3 ഗുൽമം ചേർന്നാൽ ഒരു ഗണമാകുന്നു. 3 ഗണം ചേർന്നാൽ ഒരു വാഹിനിയും, 3 വാഹിനി ചേർന്നാൽ ഒരു പ്രതനയും, 3 പ്രതന ചേർന്നാൽ ഒരു ചമുവുമാകുന്നു. അങ്ങനെ 3 ചമു ചേരുമ്പോൾ അത് അനീകിനിയാകുന്നു. അങ്ങനെ 10 അനീകിനി ചേരുന്നതാണ് ഒരു അക്ഷൗഹിണി എന്ന് പറയുന്നത്. ആയത്, 21,870 രഥങ്ങളും അത്ര തന്നെ ആനകളും 1,09,350 കാലാളുകളും 65,610 കുതിരകളും ചേർന്നതാണ് ഒരു അക്ഷൗഹിണി സൈന്യം എന്ന് പറയുന്നത്. അപ്രകാരമുള്ള 18 അക്ഷൗഹിണി സൈന്യം ആ കുരുപാണ്ഡവ യുദ്ധത്താൽ ധർമ്മക്ഷേത്രത്തിൽ ഒത്തുചേരുകയും അവിടെ വെച്ച് മുച്ചൂടും നശിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ആ കാലഗതിയാൽ ഘോരമായ ആ യുദ്ധം നടക്കുമ്പോൾ ഗാംഗേയനായ ഭീഷ്മർ 10 ദിവസം ഘോരമായ
പോരാട്ടം നടത്തി. കൗരവ സേനാപതിയായ ഗുരു ദ്രോണാചാര്യർ 5 ദിവസവും, കർണൻ 2 ദിവസവും, ശല്യൻ അർദ്ധദിനവും പോർ നടത്തി. അതിനുശേഷമാണ് ഭീമനും ദുര്യോധനനും തമ്മിലുണ്ടായ ഘോരമായ ഗദായുദ്ധം. അന്നു തന്നെ കൃപനും കൃതവർമാവും ദ്രൗണിയും ചേർന്ന പേടിവിട്ടുറങ്ങുന്ന പാണ്ഡവപ്പടയെ ശിബിരത്തിൽ വെച്ച് മുച്ചൂടും മുടിച്ചു. ഇതിൽ രാജാക്കന്മാരുടെ വീരചരിത്രങ്ങൾ വിസ്തരിച്ചു പറയുന്നുണ്ട്. അതിലാദ്യം പൗഷവും പൗലോമവും ആസ്തിക്യവുമാവുന്നു. ഇപ്രകാരം വിചിത്രമായ അർത്ഥപദങ്ങളും ആഖ്യാനവും സദാചാരവും അടങ്ങിയ ഈ ക്രിയ മോക്ഷകാംക്ഷികൾക്ക് വൈരാഗ്യമെന്ന പോലെ വിദ്വാൻമാരാൽ ആദരിക്കപ്പെട്ടതാകുന്നു. അറിയേണ്ട വസ്തു ആത്മാവാണ്, പരക്കെ പ്രിയമുള്ളത് ജീവനും. അങ്ങനെ എല്ലാ അംഗങ്ങളിലും വെച്ച് ഈ ഇതിഹാസം ഉത്തമമാണ്. ഇതിൽപ്പെടാത്ത കഥകൾ ലോകത്തിലില്ല. ആയതിനാൽ തന്നെ സത്കവികൾക്ക് ഇത് ഉപജീവനവുമാണ്. അപ്രകാരമുള്ള ഈ വ്യാസാനുഗ്രഹത്തിൽ സൂക്ഷ്മാർത്ഥജ്ഞായമായി വിചിത്ര പർവ്വങ്ങൾ ചേർത്തുകൊണ്ട് വേദാർത്ഥത്തിനെ വിശിഷ്ടജ്ഞാനകരമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഈ മഹാഭാരതത്തിലെ പർവ്വസംഗ്രഹം താൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ശൗനകാദികളോട് സൂതൻ ഓരോ പർവ്വത്തിൻ്റെയും കഥാസംഗ്രഹം പറയുവാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മളും ഈ പർവ്വസംഗ്രഹത്തിലേക്ക് കടക്കുകയാണ്. ഇനിയുള്ള പർവ്വങ്ങളിലെല്ലാം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സൂക്ഷ്മാർത്ഥന്യായങ്ങളും വിചിത്ര അർത്ഥങ്ങളും മറ്റും അനേകം അടങ്ങിയിരിക്കുന്നു. ഇതിനെയെല്ലാം യഥാവിധി നമുക്ക് മനസ്സിലാകുവാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നും അത് പറഞ്ഞു തരുവാനും എന്നെ പ്രാപ്തനാക്കട്ടെ എന്നും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ടുള്ള പ്രയാണത്തിലേക്ക് നമുക്ക് കടക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഹരി ഓം.